നമസ്കാരം പ്രിയമുള്ളവരെ. ഇന്ന് അതിരാവിലെ എനിക്ക് വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായൊരു വാർത്ത കേട്ടുകൊണ്ടാണ് എനിക്കേണ്ടി വന്ന് എന്നെ അറിയിച്ചുകൊണ്ടാണ് അവരെന്നെ വിളിച്ചത്. തൊടുപുഴ കുടയത്തൂർ അടൂർ മലയിൽ ഉരുൾപൊട്ടിയതായും അവിടെ നിന്ന് വലിയ തോതിൽ വെള്ളം വരുന്നതായും അപ്പം മൂവാറ്റുപുഴ അടക്കമുള്ള പ്രദേശങ്ങളിൽ ശ്രദ്ധ വേണമെന്ന നിലയിലുള്ള മുന്നറിയിപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചതനുസരിച്ച് കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഇപ്പം നിങ്ങൾ ഓൾറെഡി ഇതിനോടകം മനസ്സിലാക്കി കാണും, പുഴ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. സത്യത്തിൽ വളരെ പെട്ടെന്നാണ് ഈ നിലയിലേക്ക് ഉള്ള ഒരു മാറ്റം ഉണ്ടായത്. മലങ്കര ഡാമില് ഇപ്പോഴത്തെ വാട്ടർ ലെവൽ 40.8 മീറ്ററിൽ നിൽക്കുകയാണ്. 1.5 മീറ്ററാണ് ഉയർത്തി വെച്ചിരുന്നത്. ഇപ്പോ ഉരുൾപൊട്ടിയ സമയത്തുള്ള വെള്ളം കണ്ടമാനം ഇങ്ങോട്ട് റിലീസ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പുഴ ഇപ്പം നിറഞ്ഞത്. ഇപ്പൊ മൂവാറ്റുപുഴ ആറില് അപകടനിരപ്പ് കഴിഞ്ഞ്, അതായത് വാർണിംഗ് ലെവൽ കഴിഞ്ഞ് ഡേഞ്ചർ ലെവല് ക്രോസ് ചെയ്യുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇലാഹിയ കോളനി അടക്കമുള്ള ചില പ്രദേശങ്ങളിൽ വെള്ളം എത്തിയിട്ടുണ്ടാകും. പക്ഷെ നിങ്ങൾ ആരും ഭയപ്പെടരുത്, ആശങ്കപ്പെടരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ ഇതിനോടകം 1.5 മീറ്റർ ഉയർത്തി വെച്ചിരുന്ന മലങ്കര ഡാമിന്റെ ഷട്ടർ 50 സെന്റിമീറ്റർ അത് അരയടി കൂടി താത്താൻ വേണ്ടിയിട്ട് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു വ്യത്യാസം പുഴയിൽ കാണാൻ കഴിയും. ഇപ്പോഴും നമ്മൾ അറിയുന്ന അനുസരിച്ച് ഇപ്പോൾ അപകട നിരപ്പ് 11.79, അത് 11.78 എത്തി നിൽക്കുകയാണ്. അപ്പൊ അതായത് വീടുകളിൽ വെള്ളം കയറുന്ന ആ വരെ എത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഏതെങ്കിലും വീടുകളിലൊക്കെ അറ്റത്തും ഇങ്ങനെ ഇറയത്തുമൊക്കെ വെള്ളം ആയി കാണും ഇപ്പൊ ഇതിനോടകം. പക്ഷെ ഭയപ്പെടേണ്ടതില്ല, ഇപ്പൊ 50 സെന്റിമീറ്റർ താത്തിയിട്ടുണ്ട്. നമുക്കൊരു 3 മണിക്കൂർ സമയം വലിയ മഴയില്ലാതെ, ഇനി ഉരുൾപൊട്ടലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ കിട്ടിയാൽ വെള്ളം പെട്ടെന്ന് ഇറങ്ങാൻ അതിനു വേണ്ടിയിട്ടാണ് ഡാമിന്റെ ഷട്ടർ താത്താൻ പറഞ്ഞിട്ടുള്ളത്, നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാ അറേഞ്ച്മെന്റ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്ന് ആദ്യവും തഹസിൽദാറും എല്ലാവരും ചേർന്ന് വില്ലേജ് ഓഫീസർമാരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഇപ്പൊ തന്നെ മൂവാറ്റുപുഴയിൽ നമ്മൾ ചേരും. ഞാൻ അതിനുശേഷം കളക്ടറേറ്റിലേക്ക് പോവും. കളക്ടറുമായി ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യും. തീർച്ചയായിട്ടും ആരും ആശങ്കപ്പെടേണ്ടതില്ല. അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നാണ് വെള്ളം വന്നത് എന്നതുകൊണ്ടാണ് നമുക്കൊരു ചെറിയ നേരത്തെ ഒരു മുന്നറിയിപ്പ് തരാൻ കഴിയാതെ വന്നത്. ഇനി മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കും. നിങ്ങൾ ആരും ആശങ്കപ്പെടേണ്ട. കഴിവതും നമുക്ക് അപകടം ഒഴിവാക്കി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഷിഫ്റ്റിങ്ങുള്ള സൗകര്യങ്ങളൊക്കെ എല്ലാം നമ്മളിപ്പോൾ തന്നെ അറേഞ്ച് ചെയ്യും. പക്ഷേ അത് ഒഴിവാക്കി നിങ്ങളുടെ പ്രയാസം ഒഴിവാക്കാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത്. ഒരു 3 മണിക്കൂർ സമയം നമുക്ക് വെള്ളം ഒന്ന് ഒഴുകി പോകാനുള്ള ഒരു സമയം കിട്ടിയാൽ വെള്ളം തീർച്ചയായിട്ടും താഴത്തേക്ക് വരും. അപകട നിരപ്പിൽ താഴെ നിർത്തി മെയിൻറ്റെയിൻ ചെയ്ത് പരമാവധി വെള്ളം മലങ്കര ഡാമിൽ നിന്ന് റിലീസ് ചെയ്ത് വിടാനുള്ള സംവിധാനം ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ജാഗ്രതയോടുകൂടിയിരിക്കണം, ശ്രദ്ധയോടുകൂടിയിരിക്കണം. എന്നാൽ ആശങ്കപ്പെടുകയോ ഭയപ്പെടുകയോ വേണ്ട. ഏത് കാര്യത്തിനും ഏത് സമയത്തും നിങ്ങൾക്ക് MLA ഓഫീസിലോ എന്നെയോ ബന്ധപ്പെടാം. ഞങ്ങൾ എല്ലാവരും അലർട്ടായിട്ടുണ്ട്. ജനപ്രതിനിധികൾ എല്ലാവരും ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വെക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി.